വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. ഏശയ്യാ 18 അധ്യായം കുഷിനെ, അതായത് എത്യോപ്യയെക്കുറിച്ചുള്ള പ്രവചനമാണ്. നദികളുടെ ദേശമായ കുഷിൽ നിന്ന് ദൂതന്മാർ പുറപ്പെടുന്നു. ദൈവം ലോകത്തെല്ലാവർക്കും ഒരു അടയാളം കൊടുക്കുന്നു. യഹോവ തന്റെ സമയത്ത് പ്രവർത്തിക്കും. വിളവെടുപ്പിന് മുമ്പ് തന്നെ അവൻ ശിക്ഷ നടപ്പാക്കും. അവസാനം കുഷിലെ ജനങ്ങൾ യഹോവയെ ആരാധിക്കുവാൻ സമ്മാനങ്ങൾ കൊണ്ടുവരും. 19 അധ്യായം ഈജിപ്തിനെതിരായ പ്രവചനമാണ്. യഹോവയുടെ വിധി മൂലം ഈജിപ്ത് കലഹത്തിലും ഭീതിയിലും മുഴങ്ങും. അവരുടെ വിഗ്രഹങ്ങൾ വിറങ്ങലിക്കും. ജനങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യും. നദികൾ ഉണങ്ങും, വിളകൾ നശിക്കും, തൊഴിലാളികൾ നിരാശപ്പെടും. എന്നാൽ അവസാനം യഹോവയെ തിരിച്ചറിയുന്ന ഒരു കാലം വരും. ഈജിപ്തും അസിറിയായും ഇസ്രായേലും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. കർത്താവ് ഈജിപ്തിനെ പ്രഹരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും. അവർ കർത്താവിലേക്ക് മടങ്ങി വരികയും അവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്യും. അന്ന് ഈജിപ്തിൽ നിന്ന് അസിറിയയിലേക്ക് ഒരു രാജവീതി ഉണ്ടായിരിക്കും. അസിറിയക്കാർ ഈജിപ്തിലേക്കും ഈജിപ്തുകാർ അസിറിയയിലേക്കും പോകും. അസിറിയക്കാരോട് ചേർന്ന് ഈജിപ്തുകാരും കർത്താവിനെ ആരാധിക്കും. അക്കാലത്ത് ഇസ്രായേൽ ഈജിപ്തിനോടും അസിറിയയോടും ചേർന്ന് ഭൂമിയുടെ മധ്യത്തിൽ അനുഗ്രഹമായി നിലകൊള്ളും. സൈന്യങ്ങളുടെ കർത്താവ് ഈ മൂവരെയും ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നു: എൻ്റെ ജനമായ ഈജിപ്തും എൻ്റെ കരവേലയായ അസിറിയയും എൻ്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടട്ടെ. ഏശയ്യാ 19 അധ്യായം 22 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. ഏശയ്യാ 20 അധ്യായം ഈജിപ്തിനെയും എത്യോപ്യയ്ക്കും എതിരായ പ്രവചനമാണ്. അസിറിയ രാജാവിൻ്റെ അധിനിവേശം വരുമ്പോൾ ഈജിപ്തും കുഷും ഇസ്രായേലിന് ആശ്രയമാവുകയില്ലെന്ന് ദൈവം കാണിക്കുന്നു. പ്രവാചകനായ ഏശയ്യാവിനെ ദൈവം 3 വർഷം വസ്ത്രവും ചെരുപ്പും ഇല്ലാതെ നടക്കാൻ കൽപ്പിച്ചു. അത് ഒരു അടയാളവും പ്രവചനവുമായിരുന്നു. ഈജിപ്തരും കുഷ്യരും അസിറിയയുടെ പിടിയിൽ നഗ്നരായി തടവുകാരായി കൊണ്ടുപോകപ്പെടും. അതിനാൽ ഇസ്രായേൽ ജനങ്ങൾക്ക് അവരുടെ ആശ്രയം നഷ്ടപ്പെടും. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.